നമുക്ക് അറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഇറാനിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. അതിനെ ചൊല്ലി മറ്റു രാജ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായിരിക്കും സാർ ഇനി അവിടുത്തെ ഒരു നീക്കങ്ങൾ? മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ആകമാനം യുദ്ധ ഭീഷണി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആർമാഡ, വലിയ കപ്പൽ വ്യൂഹത്തിനാണ് ആർമാഡ എന്ന് പറയുന്നത്. അതായത് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും അതുപോലെ അതോടൊപ്പം തന്നെ ഏതാനും ഡിസ്ട്രോയർ കപ്പലുകളും ഉൾപ്പെടെ ഈ അറബിക്കടലിലൂടെ പേർഷ്യൻ ഉൾക്കടലിലേക്ക് നീങ്ങുകയാണ്. പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ഇറാനിൽ നിന്നുമുള്ള ഹിറ്റിംഗ് റേഞ്ചിൽ ആ കപ്പലുകൾ എത്തുന്നതായി ആണ് സൂചന. അതിനർത്ഥം ഏത് നിമിഷവും അമേരിക്കയുടെ ഒരു വ്യോമ ആക്രമണം കപ്പലിൽ നിന്നും മാത്രമല്ല കരയിൽ നിന്നും ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്നും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ സംഭവിക്കും എന്നൊരു പ്രതീതിയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടറിലേക്ക് മാറി എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ഇത് വാർ ഫുട്ടിങ്ങിൽ നീങ്ങുകയാണ്. അമേരിക്കയോ അമേരിക്കയുടെ ഏതെങ്കിലും സഖ്യകക്ഷി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാജ്യമോ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി ഉറപ്പായും ഇസ്രായേലിന് നേരെയും അമേരിക്കയുടെ സൈന താവളങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്നത് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രത്യാക്രമണം സ്വാഭാവികമായി ഉണ്ടാകാം. ഇറാന്റെ വ്യോമസേന വളരെ ദുർബലമാണ്, നമുക്കറിയാം. പക്ഷേ ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ കൈവശമുള്ള ഇറാന്റെ ഏതാനും കേന്ദ്രങ്ങൾ തകർക്കാൻ ഇറാനും ശേഷിയുണ്ടാകും. അതുകൊണ്ട് ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഏറ്റവും അധികം അഫക്റ്റഡ് ആകുന്നത് GCC രാജ്യങ്ങളായിരിക്കും. കാരണം ഏറെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ പ്രവാസികളായി താമസിക്കുന്ന കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ വ്യോമതാവളങ്ങളുണ്ട്. അവിടേക്കെല്ലാം തന്നെ മിസൈലുകൾ ചേറി പാഞ്ഞാൽ യഥാർത്ഥത്തിൽ വൻപൻ പ്രതിസന്ധിയാണ് പ്രവാസികളെ കാത്തിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ട്, ഹോർമൂസ് കടലിടുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ്. അതുവഴിയാണ് ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ഏതാണ്ട് 20%, എണ്ണ ചരക്ക് നീക്കത്തിന്റെ ആഗോള ഷെയറിന്റെ 20% പാസ് ത്രൂ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, അതായത് അറബിക്കടലിൽ നിന്നും ഗൾഫ് ഓഫ് ഒമാൻ വഴി പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്ന കവാടമാണ് ഹോർമൂസ് കടലെടുക്ക്. ആ കടലെടുക്കുന്ന നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കനത്ത ഇറാനിയൻ ആക്രമണ ഭീഷണി ഉണ്ടെങ്കിൽ കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ആഗോള വിപണികളിൽ എണ്ണ വില തീപിടിക്കും. ഭാരതം ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ, സാമ്പത്തികമായ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നതാവും ആ ഒരു നീക്കം. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഇറാനിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഒരു യുദ്ധം ആസന്നമാണ് എന്ന നിലയിൽ വരുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകളും വളരെ പ്രധാനമാണ്. അമേരിക്കക്കെതിരെ റഷ്യയോ ചൈനയോ ഇറാന്റെ പക്ഷത്ത് ചേരാൻ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ലോകമഹായുദ്ധത്തിലേക്ക് നീളാൻ സാധ്യതയുള്ള ഒരു വൻപൻ പോരാട്ടമായി അത് മാറുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ട്രംപിന്റെ ഒരു പദ്ധതിയായി എല്ലാവരും വിവക്ഷിക്കുന്നത് ഇറാനെ പരമാവധി ഭയപ്പെടുത്തി ഇറാനെ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറ്റുക, ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോവുക. ഏതാണ്ട് 800 ചില്ലുവാനം പേരെ തൂക്കിക്കൊല്ലാനായിട്ട് എടുത്ത തീരുമാനം മരവിപ്പിക്കാൻ കഴിഞ്ഞതായി ട്രംപ് ഒരു നേട്ടമായി സ്വയം പറയുകയാണ്. ഇപ്പോൾ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരി, ഈ മനുഷ്യാവകാശ വിഷയങ്ങളിൽ ഇറാൻ കുറച്ചുകൂടി മിതത്വം പാലിക്കും എന്ന പ്രതീക്ഷ ലോകരാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ അതൊക്കെ പര്യാപ്തമാകുമോ, അതോ അമേരിക്ക നിശ്ചയിച്ചുറപ്പിച്ച ഒരു യുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ചിന്തകന്മാർക്കിടയിൽ, നിരീക്ഷകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് എന്തു വന്നാലും ശരി, മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കൻ വാർ മെഷീനറി ബാറ്റിൽ ഗിയർഡപ്പ് ഒരു സിറ്റുവേഷൻ ഉള്ളിടത്തോളം കാലം അവിടെ ശാന്തതയുണ്ട് എന്ന് പറയാനാവില്ല. ഒരു യുദ്ധത്തിന് മുൻപുള്ള, ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തതയാണോ, സമാധാനമാണോ, സൈലൻസ് ആണോ ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. ശത്രുതാപരമായ നിലപാടല്ല സ്വീകരിക്കുന്നത്, മറിച്ച് അതായത് ചരിത്രപരമായ പേർഷ്യൻ എംപയറിന്റെ കാലം മുതൽ ഇന്ത്യയുമായി
പേർഷ്യയ്ക്ക് അടുത്ത ബന്ധമാണ്, ഇറാൻ അടുത്ത ബന്ധമാണുള്ളത്. ഇന്ത്യക്കെതിരായ കാര്യമായ നീക്കങ്ങൾ ഒന്നും തന്നെ ഇറാനിൽ നിന്ന് ചരിത്രപരമായി ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു വശത്ത് നിൽക്കുന്നു, ഇസ്രായേൽ അമേരിക്ക ഒരു വശത്ത് നിൽക്കുന്നു. അവരെ പൂർണ്ണമായി തൃണവൽഗണിച്ചുകൊണ്ട് ഇറാനുമായുള്ള എണ്ണ വ്യാപാരം വർദ്ധിത വീര്യത്തിൽ നടത്താൻ ഇന്ത്യക്കാവില്ല. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഘട്ടം ഘട്ടമായി ഇന്ത്യ ഇറാനിൽ നിന്ന് വാങ്ങിയിരുന്ന എണ്ണയുടെ തോത് കുറച്ചുകൊണ്ടുവരുന്നത് കണ്ടു. അത് മാത്രമല്ല, ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ചെടുത്ത ഒരു വലിയ തുറമുഖമുണ്ട്, ചബഹാർ തുറമുഖം, ഇറാന്റെ ദക്ഷിണ ഭാഗത്ത് അറബിക്കടലിലുള്ള തുറമുഖമാണ്. ആ തുറമുഖം ഒരു തന്ത്രപ്രധാനമായ ഹബ്ബാണ്, ഒരു നോർത്ത് സൗത്ത് കോറിഡോറിന്റെ കവാടമായി ഇന്ത്യ കാണുന്നതാണ്. അതായത് കസാഖിസ്ഥാനിലേക്കും ഉസ്ബെക്കിസ്ഥാനിലേക്കും, അതായത് സെൻട്രൽ ഏഷ്യൻ മേഖലകളിലേക്ക് ഇന്ത്യക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഈ കവാടം ഉപയോഗിക്കാൻ കഴിയും. പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖം ഉപയോഗിക്കാൻ കഴിയില്ല, കറാച്ചി തുറമുഖം ഉപയോഗിക്കാൻ കഴിയില്ല. പാകിസ്ഥാനുമായി ആ മാതിരിയുള്ള സൗഹൃദം ഇന്ത്യക്കില്ല എന്നതാണ് കാര്യം. അതുകൊണ്ട് ആ തുറമുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ഇന്ത്യയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമോ? ഒരു ഭാവി ഭരണകൂടം, ഇറാൻ അട്ടിമറിയിലൂടെ ഇറാൻ ഭരണകൂടം ആയിട്ടുള്ള അലി ഖമേനിയും മസൂദ് പസ്തഷ്കിയാനും നയിക്കുന്ന ഭരണകൂടം താഴെ വീഴുകയാണെങ്കിൽ അമേരിക്ക അനുകൂലമായി വരുന്ന ഭരണകൂടത്തിന്റെ നിലപാട്, ഇന്ത്യയുള്ള നിലപാട് എന്തായിരിക്കും എന്നത് കൃത്യമായി ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റിൽ നേരിട്ട് പങ്കെടുക്കാൻ ഇന്ത്യ ഒരു കാലത്തും താല്പര്യപ്പെടില്ല. പക്ഷേ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു തിരക്കിലാണ് ഭാരതം.